മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ആനകളെ നിർത്തിയതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ക്ഷേത്രത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ക്ഷേത്രം ഭാരവാഹികൾ അനുമതി തേടിയിരുന്നില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. തുടർന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഹാജരാകണം എന്ന് കോടതി പറഞ്ഞത്. ഇപ്പോൾ രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്? ഒപ്പം തന്നെ ഈ ക്ഷേത്രം സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതിന് ക്ഷേത്രം ഭാരവാഹികൾ അനുമതി തേടിയിരുന്നില്ല എന്ന് സർക്കാരും കോടതി അറിയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്? അതിന്റെ കൂടി വിവരങ്ങൾ. ശ്രീകാന്തിലേക്ക് ഉടൻ തന്നെ വരാം. കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവം അതെന്തായാലും അതിപ്പോഴും ആ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ പടക്കം പൊട്ടിക്കുന്നതും ഇത് കേട്ട് ആന വിരളുന്നതും മുൻപിൽ നിന്ന് ആനയെ കുത്തുന്നതും. തുടർന്ന് വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. വലിയ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗം നടക്കുന്നിടത്ത് ആനകളെ എന്തിനു നിർത്തി എന്നുള്ള ചോദ്യം. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഒപ്പം സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ കോടതി അറിയിച്ചിട്ടുണ്ട്? പ്രവിത, ഈ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് അവിടെ 3 പേർ മരിച്ച സംഭവത്തിൽ ഇന്ന് കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി. ആനകളുടെ പരിപാലനവും സുരക്ഷയും ഉടമയായ ദേവസ്വത്തിന്റെ കടമയാണെന്ന് കോടതി ഇന്ന് പറയുകയുണ്ടായി. 2 ആനകൾ പരസ്പരം സ്പർശിക്കുമ്പോൾ തന്നെ വന്യ സ്വഭാവം പ്രകടമാക്കും. പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് എന്തിനാനയെ കൊണ്ടുപോയി? ആനകളെ തുടർച്ചയായി ദീർഘദൂരം യാത്ര ചെയ്യിക്കുന്നത് എന്തിന്? ആനകളെ ഒരു ദിവസം 140 കിലോമീറ്റർ യാത്ര ചെയ്യിച്ചുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. 25 കിലോമീറ്റർ വേഗതയിലാണ് ആനകളെ വാഹനത്തിൽ കൊണ്ടുപോയതെന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മറുപടി ഹൈക്കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ഈ 1.5 മാസമായി ആനകളെ എഴുന്നള്ളിപ്പിന് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യവും കോടതി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആനകൾക്ക് പരിക്ക് പറ്റിയതിൽ ഗുരുവായൂർ ദേവസ്വം വെറ്റിനറി സർജൻ റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ക്ഷേത്രം ഭാരവാഹികൾ അനുമതി തേടിയില്ലെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ അതിന് എക്സ്പ്ലോസീവ് നിയമം അനുസരിച്ച് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് എന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിക്കുകയാണ് ഹൈക്കോടതി. ശരി, കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. കോടതി ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഇതിലൊരു മറ്റ് ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഒരു മുൻകരുതലിന് ഈ കോടതി ഇടപെടലും പിന്നീടുള്ള നിർദ്ദേശങ്ങളൊക്കെ ബാധിക്കും. കാരണം പല കാലങ്ങളായിട്ട് കോടതി കൃത്യമായിട്ട് ഉത്തരവുകളും നിയന്ത്രണങ്ങളും ഉണ്ട്. അതൊന്നും പാലിക്കാതെ പലയിടങ്ങളിലും ഇപ്പോഴും ആനയെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഒപ്പം കരിമരുന്ന് പ്രയോഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനി ഇല്ലാതിരിക്കട്ടെ.